2025 ഒരു പുതുവർഷം കൂടി കടന്നു വരുമ്പോൾ ഫൈനാൻഷ്യൽ പ്ലാനിംഗ്, നിക്ഷേപം, വായ്പ എന്നിവയിൽ ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. മൈഫിൻ ടോക്സിലേക്ക് സ്വാഗതം. (2025) നല്ലൊരു സമ്പത്ത് സൃഷ്ടിക്കാൻ നിക്ഷേപം നടത്തുന്നവരും നടത്താനിരിക്കുന്നവരും ഏതുതരം നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതാണ് നല്ലത്? 2025 എല്ലാവർക്കും മികച്ചതാകട്ടെ. അത് വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലും നമ്മൾ പറയുകയാണെങ്കിൽ ഫിനാൻഷ്യലി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ടുള്ളൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യം തന്നെ 2025 വളരെ വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു വർഷമാവാനാണ് സാധ്യത. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഒരു എക്കണോമിക് ഗ്രോത്ത് ഇപ്പം ലാസ്റ്റ് MCAP വന്നതിൽ 9.4% നമ്മളുടെ ഒരു ഗ്രോത്ത് റേറ്റ് വന്നു. അത് ലാസ്റ്റ് 4 മന്തിനേക്കാളും റിട്ടേൺ ആണ്, അതായത് തിരിച്ചു വന്നിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പരിഗണിച്ചാലും, ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ്, ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നു ഒക്കെ പരിഗണിച്ചാലും നമുക്ക് ഒരു 2025 ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ മികച്ച റിട്ടേൺ നൽകുന്ന നിക്ഷേപ പദ്ധതികളിൽ കൂടി നമ്മൾ നിക്ഷേപങ്ങൾ തുടങ്ങിയിട്ടുള്ളവരുണ്ടാവാം. അത് അതിൻ്റെ എമൗണ്ട് വർദ്ധിപ്പിക്കാം. എക്സാമ്പിൾ പറഞ്ഞാൽ മോത്തിലാൽ ഓസ്വാളിൻ്റെ നാസ്ഡക്ക് 100 ETF ഏറ്റവും മികച്ച ഒരു നിക്ഷേപ ഓപ്ഷനാണ്. അപ്പോൾ അവിടെയുള്ളൊരു 5 പ്രധാനപ്പെട്ട കമ്പനികൾ പറയുവാണെങ്കിൽ നാസ്ഡക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് IT റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളാണ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. 4 ലക്ഷം കോടിയാണ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ കമ്പനിയായ ആപ്പിളിൻ്റെ. ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ ആപ്പിളാണുള്ളത്. ആപ്പിളിൻ്റെ വിപണി മൂല്യം 4 ലക്ഷം കോടിയാണ്. അത് കഴിഞ്ഞ് NVIDIA, അത് കഴിഞ്ഞ് മെറ്റ, ഗൂഗിൾ, ടെസ്ല. ഇതൊക്കെ എന്താണ്, നമ്മളൊരു ഇന്ത്യയിലൊരാൾ ഒരു നിക്ഷേപം നടത്തുമ്പം ഇന്ത്യയിലുള്ള കൺസ്യൂമറെ അപേക്ഷിച്ച് മാത്രമാണ് അതിൻ്റെ റിട്ടേൺ ഇരിക്കുന്നത്, അവരുടെ പർച്ചേസിങ് പവറിനനുസരിച്ചിട്ട്. അതേസമയം ഒരു ആപ്പിളിൻ്റെ ഓൾ ഓവർ വേൾഡ് എവിടെ സെയിൽ നടന്നാലും അതിൻ്റെ റിട്ടേൺസിൽ നല്ല ബെറ്റർ റിട്ടേൺസ് കിട്ടും. ഇപ്പോൾ ടെസ്ല ഓൾ ഓവർ വേൾഡ് എല്ലാവരും എക്സ്പാൻഡ് ചെയ്യുവാണ്. ടെസ്ലയുടെ കാർസിന്, കൂടുതൽ ഇലക്ട്രിക്കൽ കാറുകൾക്ക് വലിയ സാധ്യതയാണുള്ളത്. ആപ്പിളിൻ്റെ അവരുടെ എക്സ്പാൻഷൻസ് ഇന്ത്യയിലിട്ട് വരാൻ പോവാം, എമർജിങ് മാർക്കറ്റിലേക്ക്. പുതിയ അതായത് വളർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കമ്പനികൾ, ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് അവർ ഷോറൂംസ് വരുന്നു. ഇപ്പം മുംബൈയിൽ ഷോറൂംസ് വരുന്നു. അപ്പം ഇത്രയും വലിയ കമ്പനികൾ, അപ്പോൾ വലിയ കമ്പനികളുടെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ ആപ്പിളിൻ്റെ CEO ആരാണ്? ഭയങ്കര വലിയ ഒരു ബോഡിയാണ് അതിനെ നിയന്ത്രിക്കുന്നത്. മെറ്റ, ഗൂഗിള്. അപ്പോൾ ഇവരൊക്കെ ഒരു വലിയ രീതിയിലോട്ട് ആളുകളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള സർവീസസ് കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് അവരുടെ കയ്യിലുള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വാച്ച് ചെയ്യുന്ന മൊബൈലിൽ കാണുന്ന നമ്മളുടെ ഇപ്പോൾ ഒരു ഗൂഗിളിൽ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്നു. നമ്മൾ ആ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യുന്നു. ഒരു ടൈം കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ആഡ് സ്കിപ്പ് ചെയ്യും. പക്ഷേ ആ അഡ്വർടൈസ്മെൻറ്റ് കിട്ടുമ്പം യൂട്യൂബിൻ്റെ അത് ഗൂഗിളിന് അതിൻ്റെ റവന്യൂ ആണ് കിട്ടുന്നത്. അപ്പം നമ്മൾ റിസ്ക്, അല്ലെങ്കിൽ ഇത്തരം SIPs ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഒരു പോയിന്റിലേക്ക് മാത്രമാവാതെ, ഇപ്പം ഈ ഒരു കമ്പനികളുടെ, ഈ ഒരു നാസ്ഡക്ക് 100 കമ്പനീസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഗ്ലോബലി തന്നെ ഒത്തിരി കസ്റ്റമേഴ്സിനെ നിയന്ത്രിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കമ്പനി എടുത്താൽ ഇന്ത്യയിലുള്ള മ്യൂച്വൽ ഫണ്ട്സൊക്കെ തന്നെ ഏറ്റവും ബെറ്റർ റിട്ടേൺ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ബട്ട് 2025 നമ്മൾ കുറച്ചും കൂടെ ഒരു ഗ്ലോബൽ വ്യൂസ് ഇതിൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്, SIPs കൊടുത്തിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ട്സിലുണ്ട്, സ്റ്റോക്കിലുണ്ട്, എല്ലാം തന്നെയുണ്ട്. അത് ഓൾ ഓവർ വേൾഡ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഗ്ലോബൽ ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്ന, ഗ്ലോബലി ഉള്ള ആൾക്കാരെ മാനേജ് ചെയ്യുന്ന കമ്പനികളിൽ ഉറപ്പായും ഈ വർഷം ഒരു നിക്ഷേപം തുടങ്ങണം എന്നുള്ളതാണ് ഫസ്റ്റ് അഡ്വൈസ്. മീൻസ് ഒരു സജഷൻ, നമ്മൾ അഡ്വൈസ് കൊടുക്കുന്നതല്ല. സെക്കൻഡ്, ക്രിപ്റ്റോ പോലെയുള്ള ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ, ബിറ്റ്കോയിൻ, അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സുകളിൽ തുടങ്ങാം. നമുക്ക് പുതിയ US-ൻ്റെ ഇലക്ഷന് ശേഷം അതിനുള്ളൊരു വലിയ സാധ്യതകൾ വന്നിട്ടുണ്ട്. ഇലക്ഷൻ റിസൾട്ടിന് വന്നതിന് ശേഷം ഇപ്പം നമ്മളുടെ തന്നെ പല സുഹൃത്തുക്കളും US-ലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ബിറ്റ്കോയിനൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ വാങ്ങിച്ചവരൊക്കെ വലിയ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരവിടെ IT കമ്പനീസൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമുക്കിവിടെ കോയിൻ ബേസൊക്കെ ഉപയോഗിച്ചിട്ട് അത്തരം
കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് പോകാം. ഈ ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ ലീഗലാണോ? ലീഗലൈസ് ചെയ്തിട്ടില്ല, എന്നാൽ ഇല്ലീഗലും അല്ല. പക്ഷെ നമ്മൾ കോയിൻ ബേസ് വഴി ഡോളർ കൺവേർട്ട് ചെയ്തിട്ടാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 വർഷം മുമ്പ് നോക്കുമ്പോൾ ഡോളറിന് എനിക്ക് തോന്നുന്നു 2016 19 61 രൂപയായിരുന്നു. ഇപ്പോൾ 85 രൂപയാണ്. അത് തന്നെ ഒരു റിട്ടേൺ ആണ്. അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ 85 രൂപയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ രൂപയുടെ വാല്യൂ കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് തിരിച്ച് കിട്ടുമ്പോൾ 85 എന്നുള്ളത് 100 120 നമുക്കുള്ള എമൗണ്ട് തിരിച്ച് ഇങ്ങോട്ട് കിട്ടും. അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ അതിനകത്ത്. അപ്പോൾ ഡോളറിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നു, സ്റ്റോക്കിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ കണക്ക് കൂട്ടാം. അപ്പോൾ നമ്മൾ 2025 ഒരു നിക്ഷേപത്തിൻ്റെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ നാസ്ഡക്ക് അതുപോലെയുള്ള ഇത് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ SIP മാത്രമല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും അതിൽ ചെയ്യാവുന്നതാണ്, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു പെട്ടെന്ന് ഞാൻ ഓർത്തത്, ഞാൻ ഈ 2020 അന്ന് നമ്മൾ കോവിഡ് സമയത്ത് ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുമായിരുന്നു. നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് ന്യൂസ് ബേസ്ഡ്. അന്ന് ഞാൻ സൂം അറിയാമല്ലോ, സൂം നമ്മളുടെ വീഡിയോ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരും അടുത്ത 10 വർഷത്തേക്ക് വീട്ടിലിരിക്കുവാണ്, ആരും പുറത്തിറങ്ങുന്നില്ല, ഇനി എല്ലാം വീഡിയോ കോൺഫറൻസ് വഴിയാണെന്ന് വിചാരിച്ച്. അപ്പോൾ ആ വീഡിയോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ 10 ഉള്ളൂ വാല്യൂ. കാരണം സൂം ഇപ്പം ഉപയോഗിക്കുന്നില്ല, ജനറലൈസ് ആകുന്നില്ല, എല്ലാവരും കോവിഡ് നമ്മൾ പ്രതീക്ഷിച്ചില്ല, വാക്സിൻ വന്നു, അത് മാറി, അങ്ങനെ വ്യത്യാസം വന്നു. അപ്പോൾ ന്യൂസ് ബേസ്ഡ് അല്ല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ, വാല്യൂ ബേസ്ഡ് ആവണം, ലോങ് ടൈമിലേക്ക് ആവണം. അപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യുമ്പോഴാണ് ബെറ്റർ ആകത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള നല്ല റിട്ടേൺസ് കൊടുക്കുന്ന കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേണിൽ ഈ മോത്തിലാൽ ഓസ്വാളിൻ്റെ നാസ്ഡക്ക് ഫണ്ടിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 23% ആണ്. ആവറേജ് ഇന്ത്യയിലുള്ള SBI അക്കൗണ്ട് 3.4%, FD റിട്ടേൺസ് പറയുന്നത് 8% ആണ്. അപ്പ് ആൻഡ് ഡൗൺസ് സ്വാഭാവികമാണ്, പക്ഷേ 5 ഇയർ ആൻഡ് എബവ് ബെറ്റർ റിട്ടേൺസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു ഫണ്ട് പറയുന്നുള്ളൂ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല കമ്പനികൾക്ക് പല ഫണ്ടുകളുണ്ട്. അപ്പോൾ നാസ്ഡക്ക് ഫണ്ട് പോലെയുള്ള ETF ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം. ഓക്കെ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മാസം എത്ര തുടങ്ങാം? മിനിമം എത്ര വേണമെന്നുള്ളതാണ്. നമുക്ക് മിനിമം 500, ഇപ്പം നാസ്ഡക്ക് ഫണ്ടിൽ മോത്തിലാലിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 500 റുപ്പീസ് തൊട്ട് തുടങ്ങി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് നമ്മളുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റി പോലെ തന്നെ. ഇപ്പം മ്യൂച്വൽ ഫണ്ട് നമ്മൾ മൊത്തം വെക്കുന്നത് 30% ആണെന്ന് വിചാരിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു മാസത്തെ മൊത്തം വരുമാനത്തിൻ്റെ 30% ഒരാൾ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപത്തിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 5% നമ്മൾ ഇതിലേക്ക് മാറ്റുക എന്നുള്ളൂ. പക്ഷേ മിനിമം 500 റുപ്പീസും തുടങ്ങാം. ഇനി അടുത്ത നമ്മുടെ സെഗ്മെൻറ്റ് സിംപ്ലിഫൈഡ് ഫിനാൻസിനെ പറ്റിയാണ്. 2025 എന്തെങ്കിലും പുതിയ ടാക്സ് സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് പറയാമോ? 2025 ടാക്സ് സേവിങ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോർമലി പോകുന്ന എല്ലാം തന്നെ ഉണ്ട്. ഒപ്പം തന്നെ ELSS ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീംസിന് കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കാവുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ULIP പ്ലസ് ഇൻഷുറൻസിനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിന് കുറച്ചും കൂടെ വേണമെങ്കിൽ പ്രാധാന്യം കൊടുക്കാം. കാരണം അലോക്കേഷൻ ചാർജസ് ഒക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞു, ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജസ് കുറവാണ്, കമ്പാരിറ്റീവ്ലി ബെറ്റർ റിട്ടേൺസ് ഉണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ FD എന്നതിന് പകരം ബാങ്ക് FDക്ക് പകരം 2 lakhs ആണ് ബാങ്ക് FD ഇടുന്നതിൽ അതിൻ്റെ 50% നമുക്ക് ടാക്സ് ഫ്രീ ബോൺസിലേക്ക് ഒന്ന് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. പിന്നെ ഡൊണേഷൻസ് നമുക്ക് കൊടുക്കുന്നത് ATG ഈ പ്രകാരം, അത് നമ്മളിപ്പോൾ എന്താണെങ്കിലും ഒരു വർഷം ഒരാളുടെ വരുമാനത്തിൽ നിന്ന് കുറേ എമൗണ്ട് ഇത് ഇതായിട്ട് ഡൊണേഷൻസൊക്കെ ആയിട്ട് പോകും. അത് നമുക്ക് ടാക്സ് സേവിങ് വഴി കൊടുക്കാം. അപ്പോൾ ATG പ്രകാരം നമ്മൾ മൊത്തം ഒരു ഒരു ചെയ്യുന്നതിൻ്റെ 50% അത് ടാക്സ് ഫ്രീ ആണ്. ഇപ്പോൾ കണക്ക് പ്രകാരം 10,000 രൂപ വിപ്രോ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴത് 1,200 കോടി രൂപ ആയേനെ എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇങ്ങനെ ആയിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ അധികം താല്പര്യത്തോടെ കൂടി ഇറങ്ങാത്തത്? കറക്റ്റാണ്. അതായത് നമ്മൾ ഇത്രയും ഹ്യൂജ് റിട്ടേൺസ് കൊടുക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപത്തിൽ നിന്ന് ആളുകൾക്ക് ഒരു പുറകോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നും കൂടെ ആലോചിച്ചിട്ടാണ് നിക്ഷേപം നടത്തുന്നത്. അതല്ലേ എൻ്റെ ഒന്ന് ശീലമാണ്. ഇപ്പോൾ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരുടെയും ഉപദേശങ്ങളോ ഒന്നും വേണ്ട, നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾ കേരളത്തിൻ്റെതാണ്, ജനറലൈസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരാണ്.
ബൈ ബർത്ത് അവരുടെ ഒരു തലമുറകളായിട്ട് അവർ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ കണ്ടു വളർന്നവരാണ്. അപ്പോൾ ഒന്ന് ശീലമാണ്. രണ്ട്, ഇപ്പോഴത്തെ നമ്മളുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ വരുന്നതും അവരുടെ സ്വാധീനം കൂടി വരുന്നതും അവർ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നതും. പ്രത്യേകിച്ച് യൂത്ത് ആക്റ്റീവ്ലി ഇൻവോൾവ് ആവുന്നുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സും ഒക്കെ. ഇപ്പോൾ നമ്മൾ തന്നെ മൈഫിൻ ടി വിയിൽ ഒരു ഫുൾ ടൈം ബിസിനസ് ചാനൽ ആകുന്നത് തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ എത്രയോ ഷോസ് മികച്ച രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ 1200 കോടി രൂപയുടെ കണക്ക് ഒന്നുകൂടെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. പക്ഷേ ആ ഒരു കണക്കാണ് പറയുന്നത്. അത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ട്, ഡിവിഡൻഡ് ഉണ്ട്, അങ്ങനെ ടോട്ടലി കൂട്ടുമ്പോൾ 1982 ശേഷം 82-ലാണെന്ന് തോന്നുന്നു 10,000 നിക്ഷേപിച്ചാൽ അത് 1200 കോടിയോളം ഇപ്പോൾ ആയനെന്ന് പറയുന്നത്. അപ്പോൾ എത്രയോ ഇരട്ടിയാണല്ലേ. എന്നിട്ടും എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ശീലം, രണ്ടാമത്തത് നമുക്ക് ഒന്ന് അനുഭവിച്ച് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള മീഡിയം ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മളൊരു ആഴ്ചയിൽ ഇറങ്ങുന്ന ഒരു പത്രം, അല്ല ഡെയിലി രാവിലെ ഇറങ്ങുന്ന ഒരു പത്രം, അല്ലെങ്കിൽ മാസത്തിലിറങ്ങുന്ന ഒരു മാസികയോ അല്ലെങ്കിൽ ഒരു വീക്കിലി ഒന്നും അല്ല ഇത് പറയണ്ടേ. ഇത് അവെയർലി ഇൻവെസ്റ്റ്മെൻറ്റ്സിനുള്ള ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കണം. അപ്പം മൈഫിൻ ടി വി കാണുന്നത് ഒരു ശീലമാക്കിയാൽ ഉറപ്പായിട്ടും ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് ആളുകൾക്ക് കൂടുതൽ വരാനും അതിൽ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും. എല്ലാത്തിനും പുറമെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. ഞാൻ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് 10 ഇരട്ടിയാവുന്നോ, രാജ്യം വളരുന്നതനുസരിച്ച് എക്കണോമി വളരുന്നതനുസരിച്ച് സ്റ്റോക്ക് വളരും എന്നുള്ളത് സിമ്പിൾ ബേസിക് പ്രിൻസിപ്പിളാണ്. എല്ലാ ഡെവലപ്ഡ് കൺട്രീസിലും അത് തന്നെയല്ലേ നടന്നിരിക്കുന്നത്. ഇപ്പോൾ US സംഭവിച്ചത് അത് തന്നെയല്ലേ ഇന്ത്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. 2025 വളരെ മികച്ചൊരു റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും മൈഫിൻ ടി വിയുടെ എല്ലാ ഷോസും വാച്ച് ചെയ്യണം. അതിൽ നമ്മൾ ഇൻഡെപ്തായിട്ട് അനാലിസിസ് ഉണ്ട്, എക്സ്പേർട്ടിൻ്റെ യൂസ് ഉണ്ട്, സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് ഉണ്ട്. നമ്മളൊരു ആധികാരികമായ റിപ്പോർട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചർച്ചകളുമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ റെഗുലറായിട്ട് മൈഫിൻ ടി വി നമ്മളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വാച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം എന്ന് പറയുന്നത് ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നിക്ഷേപമായി മാറും. നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യം അത് തന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 100 ഇരട്ടിയെങ്കിലും ആകണം. അപ്പോൾ ഇനി സ്റ്റോക്ക് മാർക്കറ്റ് ഈ 1200 കോടി രൂപ ഇപ്പോൾ ഒരു കമ്പനി നമ്മൾ റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ മിഡ് ക്യാപ് കമ്പനിയിൽ ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു, നമ്മൾ പറയുക ഇത് നല്ല കമ്പനിയാണ്. ഇതേ ഷോ ഒരു 15-20 വർഷം കഴിഞ്ഞ ഒരാൾ കണ്ടുകൊണ്ടിരുന്നിട്ട് പറയുവാണ് അന്ന് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു, ഇന്ന് 150 കോടി രൂപ ആയിരുന്നേനെ എന്ന് പറഞ്ഞിട്ട് അന്ന് ഇതുപോലെ ചർച്ച നടത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു എമൗണ്ടിൻ്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്റ്റീവ്ലി ഇൻവെസ്റ്റ് ചെയ്യുക. അന്ന് ഈ 150 കോടി ആയെന്ന് പറയുന്നതിൽ ഈ ഷോ കാണുന്ന ആൾക്കാരും ഉണ്ടാവണം. ഇപ്പോൾ 30 ലക്ഷത്തോളം ആളുകളാണ് നമ്മുടെ ഈ ഷോ മൈഫിൻ ടോക്സ് കാണുന്നത്. അപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ധാരാളം പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇതുകൊണ്ടാണോ നമ്മളുടെ പ്രോഗ്രാം ഇത്ര ആളുകൾ? തീർച്ചയായിട്ടും നമ്മൾ വളരെ സിംപ്ലിഫൈ ആയിട്ട് പറയുന്നത്, നമ്മൾ പറയുന്നത് ആധികാരികമായിട്ട് പറയുന്നത്, നമ്മൾ റെക്കമെൻഡേഷൻസ് ഒന്നും പറയുന്നില്ല, കൺസെപ്റ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾക്ക് എത്രയോ ഷോസ് ഉണ്ട് അല്ലേ. നമ്മൾ രാവിലെ 8:30 മുതൽ 7:30 വരെ മൈഫിൻ ടി വിയിൽ തുടർച്ചയായിട്ട് മുടങ്ങാതെ പോകുന്ന കുറേയധികം ഷോസ് ഉണ്ട്. അത് എക്സ്പേർട്ടുകളാണ് പറയുന്നത്, പക്ഷേ അവർ സിംപ്ലിഫൈ ചെയ്താണ് പറയുന്നത്. മൈഫിൻ ടോക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന കൺസെപ്റ്റുകൾ ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്നതിന് കാരണം നമ്മളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന. ഇപ്പം ഞാൻ US സ്റ്റോക്സ് എന്ന് പറയുന്നത് എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. നാസ്ഡക്കിൽ ഞാൻ SIP ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി 2020 സൂമിൽ ഇൻവെസ്റ്റ് ചെയ്ത് പണം പോയ ആളാണ്. ആപ്പിളിലിട്ട് പണം കിട്ടിയ ആളാണ്. അന്ന് സ്വിഫ്റ്റ് 2020 സ്വിഫ്റ്റ് ട്രാൻസ്ഫർ വഴി എമൗണ്ട് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് എടുക്കാനും ബാങ്കുകളൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ ആ ഒരു ഡോളറിൻ്റെ ഇത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും അല്ലേ. അപ്പോൾ നമ്മളുടെ റീൽസും ഷോസൊക്കെ ആളുകൾ ഏറ്റെടുക്കുന്നു, കാണുന്നതെന്ന് പറയുന്നതിൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കോണ്ടൻറ്റ് ക്വാളിറ്റി ഇനിയും മെച്ചപ്പെടുത്തും. പുതിയ റിസർച്ച് ടീം നമുക്കുണ്ട്. അപ്പം തീർച്ചയായിട്ടും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഷോസ് ആയിരിക്കും നമ്മുടെ ഇനി വരാൻ പോകുന്നത്. മൈഫിൻ ടോക്സ് മാത്രമല്ല, മൈഫിൻ ടി വിയുടെ എല്ലാ ഷോസും. ഇനി അടുത്ത നമ്മുടെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ ക്വയറീസ് ആണ്. അതിൽ ഒരാൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം, സ്ഥിര വരുമാനമില്ലാത്തവർ എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്? സ്ഥിര വരുമാനമില്ല എന്ന് പറയുമ്പോൾ വരുമാനമില്ലെന്ന് പറയുന്നില്ല.
അപ്പോൾ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവും അല്ലേ, ആ വരുമാനത്തിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ആ വരുമാനം എത്രയാണെന്ന് ആൾ സ്വന്തം കണ്ടുപിടിക്കണം. എന്നിട്ട് ഇത് ബാങ്ക് അക്കൗണ്ട് വഴി ഓട്ടോ ഡെബിറ്റ് ആണല്ലോ പോവുക. അപ്പോൾ നമ്മൾ സാലറി വരുന്ന പോലെ തന്നെ ഒരു ഓട്ടോ ഡെബിറ്റ്, ഓട്ടോ മാൻഡേറ്റ് ക്രിയേറ്റ് ചെയ്യുക. മന്ത്ലി ആ സമയമാകുമ്പോൾ എമൗണ്ട് പോവുക. ഏറ്റവും കുറഞ്ഞ ബേസിക് വരുമാനം എത്രയാണോ അതിൻ്റെ ഒരു 20% അല്ലെങ്കിൽ 10% എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു 10,000 ഒരു മാസം 10,000, അടുത്ത മാസം 20,000, അടുത്ത മാസം 30,000 ആണ് വരുമാനമെങ്കിൽ അയാളുടെ ഏറ്റവും കുറഞ്ഞ വരുമാനം അതുവരെ കിട്ടിയിരിക്കുന്നത് 10,000 ആണ്. അപ്പോൾ 10,000-ൻ്റെ 20% 2,000 രൂപ ഓട്ടോ ഡെബിറ്റ് മന്ത്ലി അക്കൗണ്ടിൽ നിന്ന് പോകുന്ന ഡേയിലേക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റ് വെക്കുക. എഴുതി വെക്കട്ടെ, ഇപ്പം കുറച്ചൊരു എഫേർട്ട് എടുക്കട്ടെ, എനിക്ക് 2,000 രൂപ SIP കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്. നിക്ഷേപം പല രീതിയിലുണ്ട്. ഇപ്പോൾ SIPയെ സംബന്ധിച്ചിടത്തോളം ഓട്ടോ ഡെബിറ്റാണ് അത് പോകേണ്ടത്. ഇപ്പോൾ ചിട്ടിയാണ് നമ്മൾ ചേരുന്നതെങ്കിൽ 4 വിളി വരുമ്പോൾ കൊണ്ടേ അടയ്ക്കില്ലേ, അല്ലെങ്കിൽ 4 ഫോൺ ലോണാണെങ്കിലും 10 ഫോൺ വരുമ്പോൾ അടയ്ക്കില്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ സ്വയം ഒരു അച്ചടക്കത്തോടു കൂടി 5-ാം തീയതി 500 രൂപ SIP, 4-ാം തീയതി അക്കൗണ്ടിൽ ഇടണം. ഇത്രേ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ടുള്ളൊരു ചോദ്യം, രസകരമായ ഒരു കമൻ്റ് എന്ന് പറഞ്ഞത്, കാലിന് ടിപ്പ് കൊടുക്കാനാണോ ഇൻവെസ്റ്റ് ചെയ്യും? ഞാനും അത് ശ്രദ്ധിച്ചു. അതായത് ഇൻവെസ്റ്റ് ചെയ്യാനല്ല, 100-ാമത്തെ വയസ്സിൽ 100-ാമത്തെ വയസ്സിൽ 1 കോടി രൂപ കിട്ടിയിട്ട് കാലിന് ടിപ്പ് കൊടുത്തിട്ട് മാറ്റാൻ വന്നത്. അപ്പോൾ അദ്ദേഹം അത് മുഴുവൻ കണ്ടതിലുള്ള അത് മനസ്സിലാക്കിയതിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം അത് 6 ലക്ഷം പേര് കണ്ട റീലാണ്, 9 ലക്ഷം പേര് കണ്ട റീലാണ്. കൺസെപ്റ്റ് എന്താണ്? പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. 55-ാമത്തെ വയസ്സ് മുതൽ എല്ലാ മാസവും പെൻഷൻ കിട്ടും, 50,000 വെച്ച് കിട്ടും, അല്ലെങ്കിൽ 40,000 വെച്ച് കിട്ടും. അത് നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 2, പെൻഷൻ കിട്ടിയതിന് ശേഷം മച്യൂരിറ്റി എമൗണ്ട് എന്ന് പറഞ്ഞാൽ കാലാവധി പൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ 100 വയസ്സാകുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടുമല്ലോ. ആ എമൗണ്ട് അടുത്ത തലമുറയ്ക്ക് കിട്ടുമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അത് അദ്ദേഹത്തിന് അതായത് 100 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 80 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ തലമുറയ്ക്ക് ഈ 1 കോടിയോ 2 കോടിയോ നെക്സ്റ്റ് അടുത്ത ജനറേഷന് പാസ് ചെയ്യപ്പെടും. അദ്ദേഹത്തിന് കിട്ടാതെ അല്ല ഈ 80-ാമത്തെ വയസ്സിലോ 100-ാമത്തെ വയസ്സിലോ വലിയൊരു മെച്യൂരിറ്റി എമൗണ്ട് കിട്ടുന്നത്. ഏത് ആളുകൾ, അതായത് പേഴ്സണൽ ഫിനാൻസുമായിട്ടുള്ള ഷോസ് ചെയ്യുന്ന ആളുകൾ 10 വർഷം കഴിയുമ്പോൾ 20,000 രൂപ കിട്ടും, അല്ലെങ്കിൽ 50 ലക്ഷം കിട്ടും, അല്ലെങ്കിൽ 1 കോടി രൂപ കിട്ടും എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും താഴെ പൊതുവേ കാണുന്നൊരു കമൻറ്റാണ്, അന്ന് ഇത്രയും കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്, അല്ലേ? കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. അന്ന് ഇത്രയും കിട്ടുക തന്നെ അന്ന് അത്രയും കിട്ടണ്ടേ? ഇന്ത്യയിലെ ശരാശരി ഇൻഫ്ലേഷൻ 4 to 6% ഉണ്ട്. അപ്പോൾ 10% നിക്ഷേപം റിട്ടേൺ കിട്ടിയാൽ മാത്രമാണ് 6% പ്രോഫിറ്റ് ആകുന്നുള്ളൂ, അല്ലേ? അപ്പോഴാണ് 6% എന്ന് പറയുന്ന റിട്ടേൺ നമുക്ക് കിട്ടുന്നത്. നമ്മളെപ്പോഴും പറയുന്നത് നമ്മളുടെ എല്ലാ കാൽക്കുലേഷനും, മൈഫിൻ TVയുടെ എല്ലാ കാൽക്കുലേഷനും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നതിനുള്ള നിക്ഷേപങ്ങളിലേക്ക് പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. നിക്ഷേപമായിട്ട് ചെയ്യുമ്പോൾ സേവിങ്സ് വേറെ. അപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ കാൽക്കുലേഷൻ ഇടുമ്പോൾ ഇന്ത്യയിലെ 4% ഇൻഫ്ലേഷൻ ഇട്ടതിന് ശേഷമുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ എമൗണ്ട് ഉണ്ടാവും. അന്ന് നമ്മൾ ചായക്ക് 150 രൂപയായിരിക്കും. നമ്മൾ ഇന്നത്തെ ചായയുടെ 15 രൂപയാണെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് എല്ലാ വർഷവും 4% വെച്ച് ചായക്ക് വില കൂടും. അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4% നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഈ 10% ഇപ്പോൾ അർജൻറ്റീനയുടെ ഇൻഫ്ലേഷൻ 160%. അതിട്ട് കൂട്ടാൻ പറ്റുമോ? ഇന്ത്യയിൽ ഇപ്പം നിലവിൽ ഉള്ളതിൽ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. 160% ഇട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ചായക്ക് 2 ലക്ഷം രൂപ വേണ്ടെന്ന് പറയേണ്ടി വരും. അത് പറയാൻ പറ്റിയല്ലോ. അപ്പം 4% ഇൻഫ്ലേഷൻ ഇട്ട് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺസ് പ്രൊജക്റ്റ് ചെയ്യാറുള്ളത്. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും 4% മുകളിൽ കിട്ടിയാൽ മാത്രമേ മുതലാകുന്നുള്ളൂ. 10% കിട്ടിയാൽ 6% പ്രോഫിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ 2025 ഒരു പുതുവർഷം വരുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും പേഴ്സണലായിട്ടും ഫിനാൻഷ്യലിയും എല്ലാം ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് നമ്മൾ തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളിതെല്ലാം പതുക്കെ വിട്ടുപോകും, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാറില്ല. പക്ഷെങ്കിൽ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ കാര്യമായ രീതിയിൽ ശ്രദ്ധിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത് ഈ 2025 ഒരു നല്ല സാമ്പത്തിക സുരക്ഷിതത്വത്തോടു കൂടി മുമ്പോട്ട് പോകാൻ വേണ്ടി എല്ലാ പ്രേക്ഷകരും മൈഫിൻ TVയുടെ പ്രോഗ്രാമുകൾ കാണുക, കൃത്യമായി അത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവുക. പുതിയൊരു വിഷയവുമായി മൈഫിൻ ടോക്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. മൈഫിൻ TV. Download the app now.